ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിൻ സ്തുതി പാടാം. സഞ്ചാരിയൻ ജീവന്റെ നാഥൻ. സാർ, മാണിയും ഉമ്മൻചാണ്ടിയും ഈ പി സി ജോർജുമൊക്കെ ദൈവവിശ്വാസികളല്ലേ സാർ? വിശുദ്ധ ഗ്രന്ഥം നന്നായി വായിച്ചു പഠിച്ചിട്ടുള്ളവരല്ലേ സാർ? മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് ഒരു വാചകം ഉദ്ധരിക്കാം. മത്തായിയുടെ സുവിശേഷം അധ്യായം 16 വാക്യം 26. സാർ, ഈ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ പിന്നെ എന്തു പ്രയോജനം? എന്തു പ്രയോജനം? എന്തു പ്രയോജനം? മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 10-ാം അധ്യായം 16-ാം വാക്യം പ്രതിപക്ഷത്തിന്റെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരികയാണ്. പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിക്കുന്ന വചനമായി തന്നെ എനിക്കത് തോന്നുകയും ചെയ്തു. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്നതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന് പറയുമ്പോൾ സത്യത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെന്നായ്ക്കളുടെ ഒരു സ്വഭാവം, എല്ലാത്തിനെയും കടിച്ചു കീറുക, എല്ലാവരെയും നശിപ്പിക്കുക, ആക്രമിക്കുക, ക്രൂരമായി വേട്ടയാടുക, എന്നിട്ട് അതിൽ സായുജ്യം അടയുക. വചനം സത്യമായി അനുഭവപ്പെടുന്ന ഒരു കാലം വരും മിസ്റ്റർ മണി. അങ്ങനെ കെടാത്ത തീയും ചാകാത്ത പുഴുവും നിറഞ്ഞ നരകത്തിൽ മാണി വീണ് പോകുന്നത്. ഞങ്ങൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 11-ാം വാക്യം പ്രതിപക്ഷത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യും. എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ വേദനിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നരകത്തിലല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. ഇത്തരം സാഹചര്യങ്ങൾ മുന്നിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നത് ഈ അനീതി മനുഷ്യത്വത്തെ വെച്ചു ചീന്തുന്ന, നിങ്ങൾ നന്മയെ നശിപ്പിക്കുന്ന ഈ നിലപാടിന് നിങ്ങൾക്ക് പ്രതിഫലം നരകത്തിലും, നന്മ ചെയ്യുന്ന ഈ ജനനേതാക്കൾക്ക് പ്രതിഫലം സ്വർഗത്തിലുമായിരിക്കും എന്ന് തിരിച്ചറിയുന്ന ഒരു വിശ്വാസിയായി തന്നെ സഭയിൽ ഇത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മിസ്റ്റർ മാണി, മന്ത്രിസ്ഥാനം രാജിവെച്ചു പോയ അപരാധങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഈ മഹാപാപത്തിൽ നിന്ന് കരകയറാൻ ശ്രമിക്കണം. ഉമ്മൻചാണ്ടിയും ഇതൊക്കെ ഓർക്കുന്നത് നല്ലതാണ്. കാരണം ചരിത്രം അതാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. കെടാത്ത തീയും ചാകാത്ത പുഴുവും, കെടാത്ത തീയും ചാകാത്ത പുഴുവും നിറഞ്ഞ നരകത്തിൽ മാണി വീട് പോകുന്നത് എനിക്കോർക്കാൻ പോലും കഴിയുന്നില്ല. സാർ, ഒരു ചൊല്ലുണ്ട്, അന്തിക്രിസ്തു ജനിക്കും എന്നൊരു ചൊല്ലുണ്ട്. VS-ന്റെ ഈ സംസാരം കേട്ടപ്പം അന്തിക്രിസ്തുവിനെയാണ് ഞാൻ ഓർക്കുന്നത്. അതുകൊണ്ട് ഞാനിനെ നിഷേധിക്കുകയാണ്. ബൈബിൾ ഉദ്ധരിക്കുന്നു. ചെകുത്താൻ വേദം പോകുന്നു.